इजराइल के वकील आ गए प्रोग्राम में। क्यों नहीं, हम इजराइल के भाई हैं, इजराइल के वकील नहीं है, हम इजराइल के सगे भाई हैं और मैं सपोर्ट करता हूं जो इजराइल कर रहा है लेबनान में। और मैं तो ये कह रहा हूं कि 100 बम और मारे लेबनान के ऊपर और गाजा के ऊपर 50 और मारे। तो वकील भाई है सगे इजराइल के, सगे भाई है मैडम, सगे भाई है इजराइल के, वकील नहीं है। मैं आपसे ये पूछना चाहता അതെ, ഇസ്രായേൽ നമ്മുടെ സഹോദരങ്ങളാണ്. പറ്റുമെങ്കിൽ ഒരു 50 ബോംബ് ഗസയിലും ഒരു 100 ബോംബ് ലബനോനിലും കൊണ്ടിട്ട് പൊട്ടിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പറഞ്ഞത് ഒരു ശരാശരി സംഖ്യ എന്ന് ഞാൻ പറയുന്നില്ല, അത്ര തരം താത്തേണ്ട കാര്യം നമുക്കില്ല. ശരാശരി സംഖ്യയല്ല, വിവരം വെച്ചൊരു സംഖ്യയാണ്. നമ്മുടെ ഒരു റിട്ടയർഡ് മേജറാണ്, മേജർ ഗൗരവ് ആര്യ. ഇന്നലെ ഒരു ഗോദി മീഡിയയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്രസ്താവന നമ്മൾ കേട്ടത്. ന്യൂസ് 18 പോലത്തെ ചാനലിൽ ഇത്തരത്തിലുള്ള ആളുകൾ വന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇറാൻ്റെ കയ്യും കാലും പിടിച്ചിട്ട്, അമേരിക്കയുടെ കയ്യും കാലും പിടിച്ച് നക്കി തുടച്ചിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും കുറച്ച് ക്രൂഡ് ഓയിലും അതുപോലെ തന്നെ ഗ്യാസും കൊണ്ടുവരാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവനെ പോലത്തെ നിങ്ങൾ പൂരിപ്പിച്ച് താഴ്ത്തിടുക. ഇവനെ പോലത്തെ ഇവന്മാർ എന്ത് വിളിക്കണം എന്നുള്ളത്. അതായത് ഇസ്രായേലാണ് നമ്മുടെ സഹോദരന്മാർ, ഇപ്പം സഹോദരന്മാരായിട്ട്. ഇപ്പം ഇവൻ്റെയൊക്കെ തന്ത എന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ പോയിട്ട് ഉണ്ടാക്കിയത് തന്താക്കി കൊടുത്തിരുന്നു. ഇപ്പം സഹോദരനായിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ തള്ള വരെ ആവും. ഏതായാലും ആ ഒരു ഇസ്രായേൽ എന്ന് പറഞ്ഞ സഹോദര രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ സത്യമായിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഇറാനിൽ ഇതൊന്നും ഇട്ടാൽ പോരാ. ഗസയിൽ ഒരു 50 ബോംബ് കൊണ്ടിടണം, അതുപോലെ തന്നെ ലെബനോനിൽ ഒരു 100 ബോംബെങ്കിലും കൊണ്ടിട്ട് പൊട്ടിക്കണം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള തേർഡ് റേറ്റ് ക്രൈം അല്ലെങ്കിൽ ക്രിമിനൽസ് ആണ് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് സേവനം ചെയ്ത് റിട്ടയർഡ് ആയിട്ട് വന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു അവസ്ഥയാണല്ലേ. നമ്മുടെ രാജ്യത്തിൻ്റെ പട്ടാളക്കാരെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം കാത്തു സൂക്ഷിക്കുന്ന പട്ടാളക്കാരൊക്കെ പറ്റി പറയുമ്പോൾ 100 നാവാ നമുക്കെല്ലാവർക്കും. പക്ഷെ ആ കൂട്ടത്തിലും ഇതുപോലത്തെ കുറച്ച് വേട്ടാവളിയന്മാരുണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത്. ഏതാണെങ്കിലും ആ പറഞ്ഞ അല്ലെങ്കിൽ അത്തരത്തിൽ അവിടെ കിടന്ന് ആക്രോശിച്ചുകൊണ്ടിരിക്കുമ്പം അത് കേട്ട് കൈയടിക്കുന്ന സംഖ്യകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഈ പറഞ്ഞ ലെബനോനിൽ ഒന്നിലും പെടാത്ത ആൾക്കാരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഗസയിൽ 10,000 ആൾക്കാരെ കൊന്നു തീർത്ത് ഇസ്രായേൽ. ഏത് ഒരു ഒക്ടോബർ 7, എന്ത് വെച്ചാൽ ഒക്ടോബർ 7 അതിൻ്റെ മുമ്പത്തെ ചരിത്രം എന്താണെന്ന് ചരിത്രബോധം അല്ലെങ്കിൽ പാരമ്പര്യം ഇല്ലാത്ത ഈ വാണങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം 2014 ശേഷമാണല്ലോ ഭാരതം ഉണ്ടായത്. അതിൻ്റെ മുമ്പ് ഭാരതം ഇന്ത്യ ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് പൊട്ടിമുളച്ച് അല്ലെങ്കിൽ നരേന്ദ്രജി പൊട്ടിമുളച്ചുണ്ടാക്കിയിട്ടുള്ള എന്തോ ഒരു ഇവനെ പോലത്തെമാരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ്റെ വായിന്ന് ഇതൊക്കെ തന്നെ കേൾക്കേണ്ടി വരും. ഏതാണെങ്കിലും എങ്ങനെയെങ്കിലും ഹോർമോസിലൂടെ എന്താ പറയുക, ഇറാൻ ഒരു രീതിയിലും ഇന്ത്യനെ ബുദ്ധിമുട്ടിക്കാണ്ട് ഇന്ത്യൻ കപ്പലുകൾക്ക് അതിലൂടെ പോരാം, അല്ലെങ്കിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് വിട്ടുകൊടുത്ത് ഈവൻ അമേരിക്കയുടെ ഉപരോധമുള്ള സമയത്ത് പോലും ഇന്ത്യൻ കപ്പലുകൾ അതിലൂടെ കടത്തി വിട്ടിട്ടുള്ള രാജ്യമാണ് ഇറാൻ. പാരമ്പര്യമായിട്ട് ഇന്നും അല്ലെങ്കിൽ ഈ സംഖ്യ ഉണ്ടായ മുതലല്ല, നൂറ്റാണ്ടുകളായിട്ടുള്ള ബന്ധം നമ്മൾ ഇറാനുമായിട്ടുണ്ട്. ആ ബോധം പോലും അല്ലെങ്കിൽ ആ സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഇത്ര വർഗീയ കോമരങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരം ചർച്ചകൾക്ക് പോയിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഏതാണെങ്കിലും ഈ മേജർ ഗൗരവ് ആര്യയുടെ പ്രസ്താവനകൾ കേട്ടല്ലോ. ഇതിൻ്റെ ഇറാൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഇറാൻ്റെ നമ്മുടെ ഹൈദരാബാദ് കോൺസുലേറ്റിന് അപ്പം തന്നെ അവർ പ്രതികരണം അവരിട്ടിട്ടുണ്ട്. ഇതായിരുന്നു അവരുടെ പ്രതികരണം. അവർ ചോദിച്ചിട്ടുള്ളത് വളരെ അതായത് മനുഷ്യക്കുരുതി നടത്തുന്ന ഒരു ഭരണകൂടത്തോടുള്ള ഇത്തരം കൂറ് വിശ്വസിക്കാനാവുന്നില്ല എന്നാണ് പറയണത്. നമ്മൾ കണ്ടു ലെബനോനിൽ മരിച്ച കുട്ടികൾ അല്ലെങ്കിൽ ഇറാൻ ഇവന്മാർ കുരുതി കൊടുത്തിട്ടുള്ള കുട്ടികൾ ഗസയിൽ വർഷങ്ങളായിട്ട് കൊന്ന് തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു ജനോസൈഡ്, ഒരു വംശഹത്യ നടക്കുന്ന ഒരു സ്ഥലത്ത് വേൾഡിലെ സകല രാജ്യങ്ങളും അല്ലെങ്കിൽ സകല രാജ്യ തലവന്മാരും ഇതിനെതിരെ സംസാരിക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ കുറച്ച് കൃമിമൂത്ത ചാണകത്തിട്ടങ്ങളുടെ അവസ്ഥയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെതിരെ ഇറാൻ്റെ കോൺസുലേറ്റ് പറഞ്ഞത് ഇത്തരത്തിലുള്ള ജനോസൈഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു രാജ്യത്തിനെ ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇന്ത്യയിലുണ്ടോ എന്ന് അത് ഇന്ത്യൻ മാധ്യമങ്ങളിൽ വന്നിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പട്ടാളക്കാരായിരുന്നു, മേജറായിരുന്നു, ചെറിയൊരു പദവിയിലൊന്നുമില്ല, ഒരു മേജറായിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ഇവനെ പോലത്തെമാർ പറയുന്നത് കേട്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ്. ഇതൊക്കെ അങ്ങോട്ട് എത്തിച്ചാൽ മതി. ഓൾറെഡി സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുനിന്ന് മൊത്തം ചവിട്ടി പുറത്താക്കുന്ന വെറും ക്രിമികളായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഏറ്റവും വേണ്ടത് ഇറാനുമായിട്ടുള്ള നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇസ്രായേലായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ ഒന്നും കിട്ടാനില്ല. എന്താ ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരുന്നത് നമ്മുടെ അദാനി അവിടെ പോയിട്ട് പൊക്കിക്കൊണ്ടോ അല്ല അദാനിൻ്റെ പോക്കറ്റ് വീർപ്പിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള കുറേ ആയുധങ്ങളും മറ്റേ അയൺ ബീമുകളും ഡോമുകളൊക്കെ. ഈ സാധനങ്ങളൊക്കെ ഇറാൻ്റെ ഓരോ മിസൈലിൽ പൊട്ടിത്തെരിച്ച് പോയി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അവിടെ ഇറാൻ നിൽക്കട്ടെ, പിന്നെ ഇസ്രായേൽ അവിടെ നിൽക്കട്ടെ. പിന്നെ ഇസ്രായേലിൽ പോയിട്ട് കുറച്ച് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചന്തി ചെയ്യാൻ പോയിട്ടുണ്ട്. അവർ പിന്നെ ഇനിയിപ്പോൾ എവിടെ പോയാലും ചന്തി ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടും. അതുകൊണ്ട് അതിന് നമ്മൾ കുറ്റം പറയാൻ പാടില്ല. കറണ്ട് പോയി സത്യം. അപ്പോൾ ആ ചന്തി കഴിയുന്നവരവിടെ ചന്തി കേട്ട് വേറെ ഒന്നും നമുക്ക് അതിൽ പറയാൻ പറ്റില്ല. പക്ഷേ ഇറാനുമായിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള കുറേ നയതന്ത്ര ബന്ധങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. 1000 കോടി കണക്കിൽ വരുന്ന നമ്മുടെ ചബഹാർ തുറമുഖം അവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഈ സ്ഥലത്ത് കൂടെ നമുക്ക് അവിടെ നിന്ന് എണ്ണ കിട്ടണം. ഇന്ത്യ വീണ്ടും അവരുടെ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിച്ചു തുടങ്ങി, പ്രകൃതി വാതകങ്ങൾ വാങ്ങിച്ചു തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇതൊന്നും അറിയാണ്ടാണ് ഒരു മുസ്ലിം വിരോധം മാത്രം തലയിൽ വെച്ചിട്ട് ഗസയിൽ ബോംബ്, ലെബനോനിൽ ബോംബ്, ഇറാനിൽ ബോംബ് എന്ന് ഇവന്മാരെ പോലത്തെ ചെറ്റകൾ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം തിരിച്ച് വളരെ വ്യക്തമായിട്ടാണ് ഇറാൻ്റെ കോൺസുലേറ്റ് ചോദിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പരിപാടി ചെയ്യുന്ന ഇവന്മാരൊക്കെ
ഇവന്മാരൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന്. ഇതൊക്കെ അങ്ങോട്ട് എത്തിക്കിട്ടി കഴിഞ്ഞാൽ ഇറാന് തോന്നും ഈ ചെറ്റകൾ നാട്ടിൽ അല്ലെങ്കിൽ ഈ ചെറ്റകൾ ഇരിക്കുന്ന രാജ്യത്തെ ഇവന്മാരൊക്കെ പട്ടിണി കിടന്നിട്ട് ചത്തുപോയിക്കോട്ടെ എന്ന് ഇറാൻ വിചാരിച്ചു കഴിഞ്ഞാൽ മുഞ്ചി തെറ്റി ഇവനൊക്കെ ചാണകവും ഗോമൂത്രവും കഴിക്കേണ്ടി വരുന്ന അവസ്ഥ വരും നമ്മുടെ നാട്ടിൽ. ഏതായാലും കൊള്ളാം, ഇവൻ്റെയൊക്കെ ഉള്ളിലിരിപ്പ് നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നടന്നത്. ഇനി ഇതൊന്നും തുടക്കത്തിൽ പറഞ്ഞു എന്നുള്ളൂ. ഇപ്പോൾ ഇന്നത്തെ യുദ്ധത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ടു പാകിസ്ഥാൻ്റെ എന്താ പറയുക, അസീം മുനീർ അവിടെ എത്തി അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഇറാനിലെത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ച് തിരിച്ച് ഇനി വാഷിങ്ടണിലോട്ടാണ് തിരിച്ച് പുള്ളി പോകുന്നത് എന്നാണ് പറയുന്നത്. തിരിച്ചവർ പാകിസ്ഥാനിലോട്ടല്ല വാഷിങ്ടണിലോട്ടാണ് പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്താണോ അമേരിക്ക കൊടുത്തത് അവിടെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇറാൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ തിരിച്ച് അവിടെ കൊണ്ട് എത്തിക്കണമല്ലോ, അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇറാൻ്റെ സൈഡിൽ നിന്നുള്ള പ്രസ്താവന എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നിബന്ധനകൾ അംഗീകരിക്കാൻ തങ്ങൾക്ക് ചർച്ച വരുന്നതെന്ന് ഇറാൻ വ്യക്തമാക്കി. അതായത് അമേരിക്കയുടെ നിർബന്ധങ്ങൾ അംഗീകരിക്കാനല്ല ഞങ്ങൾ ചർച്ചയ്ക്ക് വരുന്നത് എന്ന് ഇവരോട് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഇറാന്റെ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നും ഒരു വശത്ത് അതായത് അമേരിക്കയുടെ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുക എന്നതാണ് നിങ്ങളുടെ ചർച്ചയുടെ ഉദ്ദേശമെങ്കിൽ ഞങ്ങൾക്കതിന് താല്പര്യമില്ല എന്ന് ഇറാന്റെ വക്താവ് വ്യക്തമാക്കിയിട്ട് ഇവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അമേരിക്കയുടെ മേലുള്ള വിശ്വാസ്യത ഞങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഇല്ലാണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ വഴിയാണ് ഇറാനും അമേരിക്കയും ഇത്തരം സന്ദേശങ്ങളൊക്കെ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവന്മാരാണ് ഇപ്പം മീഡിയേറ്റേഴ്സായിട്ട് നിൽക്കുന്നത്. കാര്യമൊന്നും ഇതുവരെ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിൽക്കുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അമേരിക്ക പലപ്പോഴും വാഗ്ദാനങ്ങൾ ലംഘിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലും വാഗ്ദാനങ്ങൾ ലംഘിച്ചിട്ട ചരിത്രം മാത്രമേ ഈ രണ്ട് രാജ്യങ്ങൾക്കുള്ളൂ. അപ്പോൾ ഇവരോടുള്ള വിശ്വാസതയും കാര്യങ്ങളും ഞങ്ങൾക്കില്ല. എങ്കിലും നിങ്ങൾ വന്ന് കാല് പിടിക്കുമ്പോൾ ഞങ്ങൾ ചർച്ചയ്ക്ക് വരാം, പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഞങ്ങളെ വന്ന് അടിച്ച് ഞങ്ങൾക്ക് പണിയൊക്കെ തന്നിട്ട് നിങ്ങൾ പറഞ്ഞത് കേൾക്കാനല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്നാണ് വ്യക്തമായിട്ട് ഇപ്പം ഇറാന്റെ വക്താവ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, ആണവ പദ്ധതികളെക്കുറിച്ചുള്ള അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ യുക്തിരഹിതമാണെന്നും അത് ഞങ്ങൾ അനുസരിക്കാൻ പോകുന്നില്ല എന്നും അതിൻ്റെ പിന്നാലെ ഞങ്ങൾ പോകുന്നില്ല അതും പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇനിയും ഈ പറഞ്ഞ ചർച്ചയ്ക്ക് വരുന്നെങ്കിൽ ഞങ്ങൾക്ക് ചർച്ചയ്ക്ക് താല്പര്യമില്ല എന്ന് ഇറാൻ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, മറ്റൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് എനിക്ക്. അതായത് ഇന്നലെ പാകിസ്ഥാൻ്റെ അസീം മുനീർ അവിടെ വന്ന സമയത്ത് അവർക്ക് പ്രൊട്ടക്ഷൻ പോയിട്ടില്ലെങ്കിൽ അവർക്ക് ഗൈഡ് പോയിട്ടുള്ള ഇറാൻ്റെ യുദ്ധവിമാനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. അതായത് അമേരിക്ക എല്ലാം തകർത്തു, ഇറാൻ്റെ ഒരു വിമാനങ്ങൾ പോലും ഇനി അവശേഷിക്കുന്നില്ല, ഫൈറ്റർ ജെറ്റുകൾ അവശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞ സമയത്താണ് ഇത്തരത്തിലുള്ള MiG-29 പോലത്തെ വിമാനങ്ങളും അതുപോലെ തന്നെ F-4 ഫാൻറ്റം പഴയ വിമാനങ്ങളാട്ടോ, പുതിയതൊന്നുമല്ല, എന്നെങ്കിലും ഇത്തരം വിമാനങ്ങൾ ഇന്നലെ ഇറാൻ്റെ ആകാശത്ത് മൊത്തം തിരിച്ചും മറച്ചും പാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അമേരിക്ക പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും പൊട്ടാത്ത ഇഷ്ടം പോലെ സാധനങ്ങൾ ഇറാൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അത് മിസൈലുകളാണെങ്കിലും അല്ലെങ്കിൽ ആണവ റിയാക്ടേഴ്സ് ആണെങ്കിലും ഇത്തരത്തിലുള്ള വിമാനങ്ങളാണ് ഇറാൻ്റെ കയ്യിലുണ്ട് എന്ന് തെളിയിച്ചിരുന്ന ഒരു എന്താ പറയുക ഒരു വീഡിയോ ദൃശ്യങ്ങളാണ് ഇന്നലെ പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഇത് ഇറാൻ്റെ വ്യോമസേന പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു എന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടതിൻ്റെ ഇടയിലാണ് ഇന്നലെ 15-ാം തീയതി തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വിന്യസിച്ച് വിട്ടിട്ടുണ്ടായിരുന്നത്. അമേരിക്കൻ നിർമ്മിത തന്നെയാണ് F-14 ഫാൻറ്റം, റഷ്യൻ നിർമ്മിത MiG-29 വിമാനങ്ങൾ. ഏകദേശം 10ഓളം വിമാനങ്ങളാണ് ഇറാൻ ഇന്നലെ ഒരു ദിവസം ആകാശത്തു കൂടെ പറത്തിയതായിട്ടുള്ള ന്യൂസുകളും വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതും നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാൻ്റെ കുറേ കപ്പലുകൾ അമേരിക്ക പിടിച്ചു വെച്ചു, അല്ലെങ്കിൽ അമേരിക്ക അതിലൂടെ വിടുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളും വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അതേ സ്ഥാനത്ത് തന്നെ ഇറാൻ്റെ ഗുൽബൻ പോലത്തെ അല്ലെങ്കിൽ നമ്മൾ ന്യൂസിൽ 2-3 ഡീറ്റെയിൽസ് ഇട്ടിരുന്ന അത്തരത്തിലുള്ള പല കപ്പലുകളും ഇന്നലെ ഇറാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോർമൂസ് ക്രോസ് ചെയ്ത് പോയതായിട്ടും നമ്മൾ കണ്ടു. അമേരിക്ക നോക്കി നിന്നിട്ടുള്ള അമേരിക്കയ്ക്ക് തൊടാൻ പേടിയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അമേരിക്ക കംപ്ലീറ്റ്ലി ഉപരോധം അല്ലെങ്കിൽ ഇറാൻ്റെ കപ്പലുകളെ തടഞ്ഞു നിർത്താൻ ചെയ്യാത്തത്. ഇനി മാത്രമല്ല, ഇറാൻ ഇന്ന് വ്യക്തമായിട്ട് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഹോർമൂസിൽ ഇനി ഞങ്ങളുടെ മേലുള്ള മറ്റ് കപ്പലുകൾ ഏതെങ്കിലും അല്ലെങ്കിൽ അതായത് സ്റ്റോപ്പ് ചെയ്യുക, ഉപരോധിക്കുക അല്ലെങ്കിൽ അതിലൂടെ പാസ് ചെയ്യാൻ സമ്മതിക്കാതിരുന്നെങ്കിൽ അമേരിക്കയുടെ കപ്പലുകൾ, അതായത് USS എബ്രഹാം ലിങ്കണും USS ജെറാർഡ് ഫോർഡും കത്തിച്ച പോലെ ബാക്കിയുള്ള കപ്പലുകൾ ഞങ്ങൾ അവിടെ നിന്ന് കത്തിക്കും, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുവെക്കെ നിന്നോളണം എന്ന് വ്യക്തമായിട്ട് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് വന്നിട്ടുള്ള ചില വാർത്തകൾ. കൂടുതലായിട്ടൊന്നും വന്നിട്ടില്ല, കാരണം അമേരിക്കയും ഒരു വല്ലാത്തൊരു മൂഡിലാണ്. പിന്നെ സീസ് ഫയർ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് മിസൈൽ ആക്രമണങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഗൾഫ് രാജ്യങ്ങളിലോട്ടും അത്തരം പരിപാടികളൊന്നും ഇറാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. എല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള തോന്നൽ ആർക്കും വേണ്ട. ഇറാനിൻ്റെ IRGC ഇന്ന് വ്യക്തമായിട്ടുണ്ട്. എന്താണോ ഞങ്ങൾ ലാസ്റ്റ് ഈ സീസ് ഫയറിൻ്റെ മുമ്പ് തൊടുത്ത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങനെ പോസ് ചെയ്തിട്ട് അത് പോസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഈ യുദ്ധം അല്ലെങ്കിൽ ഈ സീസ് ഫയർ ലംഘിക്കുക അതല്ലെങ്കിൽ കരാറ് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഓൺ സെക്കൻഡിൽ ഞങ്ങൾ ആ വിട്ട പോലെ തന്നെ വിട്ടുകൊണ്ടിരിക്കും. ഇത്രയും ദിവസം കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഫില്ല് ചെയ്യാൻ പറ്റി. അതിനേക്കാൾ വലിയ പ്രൊഡക്ഷൻ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് മിസൈലുകളും ഡ്രോണുകളും ആയിട്ട് അതിൻ്റെ ഇരട്ടി ഞങ്ങളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞു എന്നാണ് ഇറാൻ്റെ IRGC ഇന്ന് വന്ന് പ്രസ്താവന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചില ന്യൂസുകളായിട്ട് പറയാനുള്ളത്. പിന്നെ ഹെസ്ബുള്ള ഇസ്രായേൽ അടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേലിൽ ഒരുപാട് പട്ടാളക്കാർക്ക് പരിക്ക് പറ്റിയിട്ടും മരണപ്പെട്ടിട്ടും ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾ ഇപ്പോൾ ഇന്ന് രാവിലെ വരെ ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേലിൻ്റെ എതിരെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തിരിച്ച് ഇവിടെ ലെബനോനിലും ഒരു അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത എന്തെങ്കിലും വലിയ അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ശരി.